അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ്സിലൂടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയും നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറാൻ വേണ്ടിയും ജോലി ശരിയാകാൻ വേണ്ടിയുമൊക്കെയുള്ള നിങ്ങൾ പതിവാക്കേണ്ടുന്ന ഒരു ദിക്റാണ് പറഞ്ഞു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് പേര് പല വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞൊക്കെ വിളിക്കാറുണ്ട്. അവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. എങ്കിലും എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് കരുതി പറയുന്നതാണ്. നമുക്ക് ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂ കഴിഞ്ഞ് കാത്തിരിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എളുപ്പമാകാൻ വേണ്ടി, അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം കിട്ടാൻ വേണ്ടി, അതുപോലെ തന്നെ പല വിഷമങ്ങളും പ്രയാസങ്ങളും മാറാൻ വേണ്ടി, മനസ്സമാധാനം കിട്ടാൻ വേണ്ടി, ഇതിനൊക്കെ ഉപകരിക്കുന്ന ഒന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് 99 നാമങ്ങളുണ്ട്. അസ്മാഉൽ ഹുസ്ന എന്നാണ് അറിയപ്പെടുന്നത്. നമുക്കെല്ലാം അതിനെക്കുറിച്ച് അറിയാം. ഞാൻ ഒരുപാട് ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതിനകത്ത് യാ ലത്തീഫു യാ അല്ലാ, യാ ലത്തീഫു യാ അല്ലാ എന്ന ഇസ്മ ധാരാളമായി ചൊല്ലണം. അതിന് ശേഷവും ഒന്ന് ചൊല്ലാറുണ്ടെന്ന് പറഞ്ഞു തരാം. യാ ലത്തീഫു യാ അല്ലാ, യാ ലത്തീഫു യാ അല്ലാ എന്ന് ഓരോ ദിവസവും കഴിയുന്നത്ര ചൊല്ലണം. ഒരു 313 501 1000 നിങ്ങളെ കൊണ്ട് കഴിയുന്നത്ര വർദ്ധിപ്പിക്കണം. യാ ലത്തീഫു യാ അല്ലാ, യാ ലത്തീഫു യാ അല്ലാ, യാ ലത്തീഫു യാ അല്ലാ. ലുത്ഫ് എന്ന് പറഞ്ഞാൽ തന്നെ എളുപ്പമെന്നാണ്. യാ ലത്തീഫു യാ അല്ലാ, എല്ലാം എളുപ്പമാക്കുന്നവനായ അള്ളാഹു എന്നാണ്. നമുക്കെല്ലാം എളുപ്പമാക്കി തരും. ആ എളുപ്പമാക്കി തരുന്നവനായ അള്ളാഹുവേ എന്നർത്ഥം വരുന്ന യാ ലത്തീഫു യാ അല്ലാ എന്ന് ധാരാളമായി ചൊല്ലുക. അതിന് ശേഷം കുറേ പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം അല്ലാഹു ലത്തീഫും ബിഇബാദിഹി, അല്ലാഹു ലത്തീഫും ബിഇബാദിഹി യർസുഖു മൻ യശാഅ വഹുവൽ ഖവിയ്യുൽ അസീസ് എന്ന് 3 പ്രാവശ്യം ചൊല്ലണം. എന്നിട്ട് നിങ്ങൾ മലയാളത്തിൽ ദ്വാരക്കണം. യാ ലത്തീഫു യാ അല്ലാ എന്ന് കഴിയുന്നത്ര വർദ്ധിപ്പിക്കുക. അതിന് ശേഷം ലാസ്റ്റ് അല്ലാഹു ലത്തീഫും ബിഇബാദിഹി യർസുഖു മൻ യശാഅ വഹുവൽ ഖവിയ്യുൽ അസീസ്. ഇനി ഉദാഹരണത്തിന് ഒരാൾ സുബൈക്ക് ശേഷം ഒരു 313 ചൊല്ലി, അങ്ങനെ ചൊല്ലിയിട്ട് ഈ ദുആ ചൊല്ലുക. എന്നിട്ട് മലയാളത്തിൽ ദ്വാരക്കുക. ഇനി ഉച്ചക്കെങ്ങാനും കുറച്ച് യാ ലത്തീഫു യാ അല്ലാ ചൊല്ലുകയാണെങ്കിൽ അന്നാലും അത് ചൊല്ലിയിട്ട് ലാസ്റ്റ് നമ്മൾ എപ്പോഴൊക്കെ ചൊല്ലി നിർത്തുന്ന സമയത്താണ് ഞാൻ ഈ പറഞ്ഞത് ചൊല്ലേണ്ടത്. അല്ലാഹു ലത്തീഫും ബിഇബാദിഹി യർസുഖു മൻ യശാഅ വഹുവൽ ഖവിയ്യുൽ അസീസ്. നിങ്ങൾ എഴുതിയെടുക്കണം, തെറ്റാതെ എഴുതിയെടുക്കണം. യാ ലത്തീഫു യാ അല്ലാ എന്ന് ധാരാളമായി ചൊല്ലുക. അതിനുശേഷം അല്ലാഹു ലത്തീഫും ബിഇബാദിഹി യർസുഖു മൻ യശാഅ വഹുവൽ ഖവിയ്യുൽ അസീസ് എന്ന് 3 പ്രാവശ്യം ചൊല്ലുക. എന്നിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് മലയാളത്തിൽ ദ്വാരക്കുക. യാ ലത്തീഫു യാ അല്ലാ എന്ന് എത്രമാത്രം വർദ്ധിപ്പിക്കുന്നോ അത്രയ്ക്ക് നിങ്ങൾക്കത് ഉപകരിക്കും, അത്രയ്ക്ക് ഫലം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാ ആരും അത് മറന്നു പോകരുത്. നിങ്ങളുടെ നമ്മുടെ എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറാൻ വേണ്ടിയും ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയും ഒക്കെ ഉപകരിക്കുന്ന ഒരു ഇസ്മാണ്. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞവരുണ്ട്, പല ആവശ്യങ്ങളും പറഞ്ഞ് ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. ഓരോരുത്തരും പറഞ്ഞ ആവശ്യങ്ങൾ നമ്മളിവിടെ എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ നീണ്ടുപോകും. ഏതായാലും നിങ്ങൾ പറഞ്ഞതൊക്കെ എനിക്കറിയാം. ഓരോരുത്തരും എന്തൊക്കെ ആവശ്യങ്ങളാണോ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ എനിക്കറിയാം. പലരും അസുഖം ശിഫയാകാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. മൊത്തത്തിൽ എന്ന് പറയാം, അസുഖം ശിഫയാകാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. അതുപോലെ തന്നെ ജോലി കിട്ടാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. ജോലിയിലെ വിഷമങ്ങൾ മാറാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. അതുപോലെ മക്കൾ ഹാഫിളീങ്ങളാകാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. മക്കൾ ആലിമീങ്ങളാകാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. ഭർത്താക്കന്മാരുടെ ദുസ്വഭാവങ്ങൾ മാറാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. ഭാര്യമാരുടെ ദുസ്വഭാവങ്ങൾ മാറാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അങ്ങനെ ആരെല്ലാം എന്തെല്ലാം ആവശ്യങ്ങൾ പറഞ്ഞാണോ എന്നോട് ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും
മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് 1,24,000 വരുന്ന അംബിയാ മുർസലീങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, മഹാന്മാരായ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, മഹാന്മാരായ ഔലിയാക്കളുടെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ, ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് തരണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, നഈമി വിഷൻ എന്നെ ഈ യൂട്യൂബ് ചാനലിലൂടെ വരുന്ന ക്ലാസ്സുകൾ സ്ഥിരമായി കേൾക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. അവർക്കെല്ലാം നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. അവരുടെ ജോലികളിൽ, ബിസിനസ്സുകളിൽ, കുടുംബങ്ങളിലെല്ലാം നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. ഐശ്വര്യം നൽകണം റഹ്മാനെ. ഇസ്സത്ത് നൽകണം റഹ്മാനെ. ആരൊക്കെയാണോ എന്നോട് ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളത് പടച്ചവനെ, അവരുടെ ഓരോരുത്തരുടെയും ഉദ്ദേശങ്ങൾ നീ അറിയുന്നവനാണ്. എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും മക്കളെ ഉഖ്റബിയായ ആലിമീങ്ങളും ഹാഫിളീങ്ങളും ആക്കണേ റഹ്മാനെ. ഭർത്താക്കന്മാരുടെ ദുസ്വഭാവങ്ങൾ മാറാൻ വേണ്ടി ദുആരക്കാൻ പറഞ്ഞവർ പടച്ചവനെ, ആ സഹോദരന്മാരുടെ ഒക്കെ എല്ലാ ദുസ്വഭാവങ്ങളും മാറ്റി അവർക്ക് നീ സൽസ്വഭാവം നൽകണേ റഹ്മാനെ. അതുപോലെ ഭാര്യമാരുടെ ദുസ്വഭാവങ്ങൾ മാറാൻ വേണ്ടി ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. ആ സഹോദരിമാരുടെ എല്ലാ ദുസ്വഭാവങ്ങളും മാറ്റി സൽസ്വഭാവം നീ കൊടുക്കണേ റഹ്മാനെ. റഹ്മാനെ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടുകൂടിയും ഈമാനോടുകൂടിയും ജീവിക്കാനും മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമ ഉച്ചരിച്ച് മരിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും തൗഫീഖ് നൽകണം റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും എനിക്ക് വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. എല്ലാ സഹോദരന്മാരോടും വസിയത്ത് ചെയ്യുകയാണ്. എല്ലാവരും ദുആയിൽ ഉൾക്കൊള്ളിക്കണം. മരണപ്പെട്ടുപോയ എൻ്റെ വാപ്പയ്ക്ക് വേണ്ടിയും ദുആ ഇറക്കണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.